അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനുള്ള ഒരു മാർഗം ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് ചെറിയ ചില കാര്യങ്ങൾ, ഞാൻ കെമിസ്ട്രി ഗ്രാജുവേറ്റ് ആട്ടോ, കുറച്ച് കെമിസ്ട്രി എനിക്കറിയാം. ഈ സാധനം ഈ പച്ചനത്തിൽ കണ്ടതിന് ക്ലാവ് എന്നാ പറയുക. ക്ലാവ് നമ്മളെല്ലാവരും പറയുന്നത് തന്നെയാണ്, വേർഡിഗ്രീസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. നമ്മൾ സാധനം ഇരുമ്പ് തുരുമ്പിച്ച് ഇളകി പോകുന്ന പോലെ തന്നെ ക്ലാവിലും നാശം, ഇങ്ങനെ കൊറോഷൻ സംഭവിക്കുന്നതാണ് ശരിക്കും ഈ ക്ലാവ് എന്ന് പറഞ്ഞാൽ. കുറച്ച് ഇളകിപ്പോയാൽ ഇതും നശിച്ചു പോകുന്നത്. ഇത് ആക്ച്വലി സംഭവിക്കുന്നത് നമ്മൾ ഈ കോപ്പർ ഇത് ബ്രാസാണ് കേട്ടോ, പിച്ചള എന്ന് പറഞ്ഞ സാധനം. ഈ കോപ്പറോ ബ്രാസോ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കയറി നമ്മൾ ഓപ്പൺ എയറിൽ വെക്കുമ്പോൾ ഇത് ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് ഇതിൻ്റെ ഓക്സൈഡായിട്ട് മാറും, കോപ്പർ ഓക്സൈഡ്. ഈ കോപ്പർ ഓക്സൈഡ് പിന്നെ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ടും ജലവുമായിട്ടൊക്കെ ചേരുമ്പോൾ കോപ്പർ ഹൈഡ്രോക്സൈഡും കോപ്പർ കാർബണേറ്റും ഒക്കെ ആയിട്ട് മാറും. ഈ കോപ്പർ കാർബണേറ്റ് ആണ് ശരിക്കും ക്ലാവ് എന്ന് പറഞ്ഞ സാധനം. ഈ ക്ലാവിന് ശരിക്കും ബേസിക് സ്വഭാവമാണ്, ആൽക്കലിയുടെ സ്വഭാവമാണ്. നമ്മൾ എന്തെങ്കിലും അസിഡിക് സ്വഭാവമുള്ള സാധനങ്ങൾ കൊണ്ട് ഇതിനെ തുടയ്ക്കുകയാണെങ്കിൽ ഇത് ഇളകിപ്പോകും. അതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ ഈ ചെമ്പ് പാത്രം ക്ലാവ് പിടിക്കുമ്പോൾ പുളി അസിഡിക്കാണ്, പുളിയിൽ ടാറ്റാറിക് ആസിഡ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ തൂത്ത് കൊടുത്താൽ പോകാനുള്ള കാരണം അതാണ്. അപ്പം നമ്മൾ ഇപ്പം നോക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു വേയിൽ വളരെ ഇഫക്റ്റീവായിട്ട് ഇതിനെ ക്ലീൻ ചെയ്തെടുക്കണം. ക്ലീൻ ചെയ്തിട്ട് ഇതിൽ നല്ലൊരു പ്ലാന്റ് സെറ്റ് ചെയ്ത് നിങ്ങളെ ഞാൻ കാണിക്കാം.